അല്ല സത്യ, ഇന്ന് പണിക്കൊന്നും പോയില്ലേ? എല്ലാ ദിവസവും പണിക്ക് വന്നതും കൊണ്ട് ഒരു ദിവസം തന്നെ ലീവ് വേണ്ട സത്യ. എനിക്ക് ഡിസ്ക് ഭയങ്കര കംപ്ലൈന്റാ. വെറുതെ ഇരുന്നാലും ചിലർക്ക് ഡിസ്ക് കംപ്ലൈന്റ് വരും. കണ്ണേട്ടാ, ഒരു കട്ടന് ഒരു മുട്ടയും. അവിടെ കറി എന്താ വേണോ? അതെന്താ കണ്ണേട്ടാ നിങ്ങളെ മുഖം വീർത്തിക്കുന്നത്? നിങ്ങളെ മുഖത്ത് കടന്നൽ കുത്തിയിരിക്കുന്നോ? മോനെ സത്യ, ഇതൊക്കെ നീ കുടിച്ച കട്ടൻ്റെയും മുട്ടൻ്റെയും കണക്കാ. ഇനി ഈ ബുക്കിൽ എഴുതാൻ വേറെ സ്ഥലമൊന്നുമില്ല. കണ്ണേട്ടാ, 1 കോടി ഉറുപ്പ്യന്റെ കാരണിയായത്. ഇതൊക്കെ അടിച്ചാല് നിങ്ങൾ ലോട്ടപ്പൻ ഹോട്ടലാട്ട് അടിച്ച് പൊളിച്ചിട്ട് നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലായിട്ട് തുടങ്ങിക്കൂടെ? നിങ്ങൾക്ക് അവിടെ കേശലാട് ഇരുന്നാ പോരെ? മോനെ സത്യ, നിനക്കും വേണ്ട ഒരു തൊഴിൽ. നിന്റെ തള്ളക്ക് നീ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടുവരുന്നത് കാണാനൊരു പൂതി ഉണ്ടാവൂലേ? BA വരെ പഠിച്ചെന്ന് വെച്ചിട്ട് ഇനി ഗവൺമെൻറ് ഉദ്യോഗം കിട്ടിക്കോളണമെന്നില്ല. ഇവിടെ ഉച്ചപ്പണിക്കാർക്ക് 600 രൂപയാണ് കൂലി. വടക്കേലെ കാതിരിക്കാൻ്റെ മോളെ നിക്കാഹ് കുറേ കാലമായിട്ട് മുടങ്ങി കിടക്കുകയായിരുന്നു. ഏതോ ഒരു മന്ത്രവാദി എന്നൊരു ഏലസ് കെട്ടിക്കൊടുത്ത് നിക്കാഹും കഴിഞ്ഞ് പിയാപ്പിള ഗൾഫിൽ വെച്ചു. ആണോ? അല്ല, ഈ മന്ത്രവാദിന്റെ അഡ്രസ് ഇട്ട എന്തൊരു വഴിയുണ്ടോ? ഈ നമ്പർ ഒന്ന് കുത്തിയെടുക്ക്. മൊബൈലില്ല. അല്ല സത്യം, എനിക്ക് മൊബൈൽ ഫോണില്ലല്ലോ. കേരളത്തിൽ ഉണ്ടാക്കാൻ മൊബൈൽ ഫോണില്ലേ? ഒന്ന് എനക്കും മറ്റാളെ പറയുന്നില്ല. ഒരു മിനിറ്റ്. ഹലോ, കുക്കുടാനന്ദാശ്രമല്ലേ? അതെ സ്വാമി, എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സ്വാമിയുടെ അടുത്ത് വന്നാൽ ഞാൻ രക്ഷപ്പെടുമോ? സ്വാമി, എനിക്ക് ആശ്രമത്തിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമോ? കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് കുക്കുടാനന്ദാശ്രമം പറയാം. 80 രൂപ വണ്ടി ചാർജ് കൊടുക്കുക. 5000 രൂപ ഏലസിനായി കയ്യിൽ കരുതുക. ശരി സ്വാമി, ഞാൻ ഉടൻ വരാം. അമ്മേ, 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 എനിക്കൊരു സ്ഥലം വരെ പോകാണ്ട്. എവിടേക്കാ പോകാ? പറയാം. എനിക്കൊരു 5000 ഉറുപ്പ്യാണോ? അത് കിട്ടൂല, അവർക്ക് ലോൺ എടുത്ത് വെച്ചാ. അമ്മേ, നമുക്കൊരു നല്ല കാലം വരാൻ പോവുക. അതിന് വേണ്ടിയിട്ടാണ് പൈസ ചോദിക്കുന്നത്. നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ അവിടെ രക്ഷപ്പെട്ടോട്ടെ. കുറ്റിപ്പുറത്ത് ഒരു സ്വാമി ഉണ്ട്, ദിവ്യനായ സ്വാമി. അയാള് ഒരു ഏലസ് മന്ത്രിച്ച് തരും. ഭയങ്കര ഏലസാ. അത് നമ്മൾ കെട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, നിങ്ങളൊരു 5000 ഉറുപ്പ്യ എടുത്തേരി. यथा यथा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम्
परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय सम्भवामि युगे युगे. ആരും ഉച്ചത്തിൽ സംസാരിക്കരുത്, സ്വാമീൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടും. അടുത്തയാൾ. ആദ്യത്തെ പ്രാവശ്യം അല്ല, മൂന്നാമത്തെ പ്രാവശ്യം. എന്തെങ്കിലും മെച്ചമുണ്ടോ? പിന്നെ എനിക്ക് മെച്ചമുണ്ടോന്നോ? എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിട്ട് 4-5 കൊല്ലമായി. പല ഡോക്ടർമാരെയും കാണിച്ച് ഇതുവരെ യാതൊരു കുറവുമില്ല. സ്വാമിയെ കണ്ടു, സ്വാമി ഒരു ഏലസ് തന്നു, അത് കയ്യെ കെട്ടി. ഇപ്പോൾ യാതൊരു അസുഖമില്ല. അടുത്തയാൾ. മകനെ, മനസ്സ് കടല് പോലെ പ്രക്ഷുബ്ധമാണല്ലോ. അതെ സ്വാമി, ഒരു ജോലി പോലും ഇല്ല. എല്ലാം ഇവിടുന്ന് അറിയുന്നു. ഒരു ദിവ്യ നിശ്ചയം പോലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക നഷ്ടവുമൊക്കെ ഇവിടുന്ന് തീർക്കുന്നതാണ്. എല്ലാം ദൈവനിശ്ചയമാണ് മകനെ. ഈ ദിവ്യമായ ഒരു ഏലസ് മകന്റെ കൈകളിൽ തരുമ്പോൾ മകന്റെ എല്ലാ ദുഃഖങ്ങളും തീരുന്നതാണ്. अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय. മകനെ, ഈ ഏലസ് കഴുത്തിൽ ധരിക്കുക. സകല ദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും എല്ലാ തടസ്സങ്ങളും മാറി വിജയശ്രീ ലാളിതനായി ഐശ്വര്യമായി തീരും. ദീർഘായുഷ്മാൻ ഭവ. ശിഷ്യ, ഇനി പുറത്ത് ഏതെങ്കിലും വിഡ്ഢികളുണ്ടോ എന്ന് നോക്കൂ. ആരെയും കാണുന്നില്ല സ്വാമി, എല്ലാ വിഡ്ഢികളും. എന്നാൽ നമുക്ക് നിത്യകർമ്മത്തിലേക്ക് നീങ്ങാം. अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय सम्भवामि युगे युगे.
ॐ